ഹലോ ഗെയ്സ്, എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫ്രൂട്ടിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞൊട്ടങ്ങാപ്പഴം എന്ന് പറയുന്നത്. നല്ല മെഡിസിനാണ്, നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണെന്നൊക്കെ പറയുന്നേക്കാം. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറ്, ചില ചെടികളിൽ നല്ല ഓറഞ്ച് ആയിട്ടുണ്ടാകും, ചിലത് യെല്ലോ കളറായിട്ട് നല്ല പഴുത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടതാ എന്തിനു പറയണോ, ഇത് ഞാൻ കുറച്ച് വെള്ളരിക്കയൊക്കെ നട്ടിട്ടുണ്ടേ. ആ വെള്ളരിക്ക നട്ട് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേനും എലി കറണ്ട് തന്നേക്കുന്നു. അത് എലിയാണോ അതോ ഇനി പെരിച്ചാഴിയാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഭയങ്കര സങ്കടമായി. രാവിലെ തന്നെ ആകെ മൂഡ് ഓഫായി. ഞാൻ രാവിലെ എണീറ്റതും വാതിൽ തുറന്നിട്ട് കിച്ചണിലെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ എൻ്റെ പച്ചക്കറി തോട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനാകെ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ വെള്ളരിക്ക എപ്പോഴും ഞാൻ പോയി നോക്കാറുണ്ട്. പോയി നോക്കിയപ്പോഴത്തേനും അതിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കടിച്ചു വെച്ചിട്ടുണ്ട്. ആ എലീനെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നല്ല ദേഷ്യത്തിലിരിക്കാൻ അടിച്ചിട്ട് ഞാൻ ചമ്മന്തി ആക്കിയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതാണൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോളമൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോളത കതിരൊക്കെ ഇട്ട് ചോളത ആയി വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പയറും ഉണ്ട്, അതുപോലെ തന്നെ പച്ചപ്പയറും, പിന്നെ ഒരു വയലറ്റ് കളർ പയർ. ഏറ്റവും ടേസ്റ്റ് കൂടിയ പയർ നല്ല വയലറ്റ് കളർ പയറാട്ടോ. അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇച്ചിരി വഴുതനങ്ങയും ഇച്ചിരി മുള്ളങ്കിയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, ചീരയൊക്കെ നട്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മൾ ഇത്ര സമയം ഇല്ലെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലമൊക്കെ ഇച്ചിരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുളച്ച് വരും. അത് കഴിഞ്ഞ് അത് പൂവിട്ട് കായിട്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ സമയം കിട്ടിയിട്ടൊന്നുമല്ല, എന്നാലും എന്താണെന്ന് പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു വളമിടാത്ത പച്ചക്കറി, നമ്മൾ കടയിൽ നിന്നൊക്കെ അധികവും ഈ വിഷമുള്ള പച്ചക്കറിയല്ല നമ്മൾ വാങ്ങി കഴിക്കാറ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇച്ചിരി പച്ചക്കറിയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ, തക്കാളിയൊക്കെ ഒരു ചെറിയൊരു ചെടി ഉണ്ടായി തന്നെ അതിൽ തന്നെ കുറേ തക്കാളി ഉണ്ടാവും. നമ്മൾ മരുന്നും പിന്നെ ഇംഗ്ലീഷ് മരുന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയും അങ്ങനത്തെ ഇച്ചിരി ചാരം, കരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടാൽ മതി. കരിയിലയൊക്കെ, അല്ലാണ്ട് നമ്മളതിന് വളം വാങ്ങിയിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷ് മരുന്ന് അതൊന്നും ഇട്ടുണ്ട്. ഞാനിതൊന്നും ഇട്ടിട്ടില്ല എൻ്റെ പച്ചക്കറിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി പെട്ടെന്നൊന്ന് ഓടിപ്പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറിച്ചത് തോരൻ വെക്കാൻ ഇല്ലാത്ത സമയത്ത്, അപ്പം നമുക്ക് അത് എൻ്റെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ അടുക്കളത്തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാതെ വിചാരിച്ചു. ഇനി നൊട്ടങ്ങാപ്പഴം പഴുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ.